വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണ്. 3 സംസ്ഥാനങ്ങളിലേക്കും പിന്നെ ജമ്മു കശ്മീരിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷണമാണ് ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം. യഥാർത്ഥത്തിൽ ജനങ്ങൾ നടത്തിയ വിധിയെഴുത്ത് BJPയെയും മോദിയെയും മാത്രമല്ല ഒരു പാഠം പഠിപ്പിച്ചത്. അത് ഈ രാജ്യത്തെ സർവേ തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരെയും കൂടിയാണ്. മോദിക്ക് വേണ്ടി ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയവർക്കുള്ള ഒരു കനത്ത ആഘാതം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് രാജ്യം പലതവണ ചർച്ച ചെയ്തതാണ്. ഇതിൽ പലരും തെരഞ്ഞെടുപ്പിന് മുൻപ് 370-400 സീറ്റൊക്കെ BJPക്ക് വാരിക്കോരി കൊടുത്തവരാണ്. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് 2-3 സീറ്റ് മാത്രം പ്രവചിച്ചവരും. അവരൊക്കെ നാണം കെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതിയത്. ഇനി നടത്താനിരിക്കുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും അനുകൂലമാണ് ജനങ്ങളുടെ വികാരമെന്ന് രാജ്യത്തെ അറിയപ്പെടുന്ന മോദി ഫാൻസുകാരനായ ഒരു വിദഗ്ധൻ CSDSന്റെ സഞ്ജയ് കുമാർ ഒരു സംഗീ ചാനലിൽ വന്നിരുന്ന് പറയുകയാണ്. 4 സംസ്ഥാനങ്ങളിലും BJPക്ക് ഭരണം പിടിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന കാര്യം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ജമ്മു കശ്മീരിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJPയാണ് ഭരിക്കുന്നത്. ജമ്മു കശ്മീരിൽ ഇപ്പോൾ സർക്കാരില്ല. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം ഭരിക്കുന്നു. JMM ആണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദം അവിടെ അലങ്കരിക്കുന്നത്. അതിൽ ജാർഖണ്ഡ് ഒഴികെയുള്ള 3 ഇടങ്ങളിലും ഇപ്പോൾ തന്നെ വ്യക്തമായ ഒരു ആധിപത്യം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് ഉണ്ടെന്നാണ് സഞ്ജയ് കുമാർ പറയുന്നത്. ജാർഖണ്ഡിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും എന്നും സഞ്ജയ് കുമാർ പറഞ്ഞു വെക്കുന്നു. ഇതേ ആളുകളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞത് അവരുടെ ഏജൻസികൾ മുഖാന്തരം പുറത്തുവിട്ടിരിക്കുന്ന സർവേ ഫലങ്ങളിൽ ഇവിടെ കാറ്റ് ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്നാണ്. മോദി എന്ന വികാരം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ പൾസ് അറിയാമായിരുന്നിട്ടും കൂടി ജനങ്ങളെ മറ്റൊരു തരത്തിൽ കരിവാരി തേക്കുകയായിരുന്നു അവർ. പല നേതാക്കന്മാരും ഫലത്തിന് ശേഷം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പിലേക്ക് ഒരു നാട് പോകുന്ന അവസരത്തിൽ ആധികാരികമായി സർവേ നടത്തിയാൽ അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കും. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് വേളയിൽ ഫലങ്ങളായി പുറത്തു വരും. അവർ ഉള്ളത് പറയാതെ കള്ളം പറയാൻ തുടങ്ങിയാൽ ജനങ്ങളുടെ വികാരം ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങളും അത് തന്നെ ചിന്തിക്കും. യഥാർത്ഥ ജനവികാരം ഏറ്റെടുക്കേണ്ടവരാണ് സർവേകളും സർവേക്കാരും. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചതായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ട കാഴ്ച. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ അമിത്ഷായെ കാണുമ്പോൾ BJP നേതാക്കന്മാർ ഹർഷാരവങ്ങൾ മുഴക്കാൻ തുടങ്ങും. അദ്ദേഹം എതിരാളികളെ പോലും പരുഷ ഭാഷയിൽ ആക്രമിച്ചിരുത്തി കളയും. പക്ഷേ ഇപ്പോൾ ഒരു പണിയും നടക്കുന്നില്ല. എന്നാൽ വഖഫ് ബില്ലുമായി അഖിലേഷ് യാദവ് ഒരു പ്രസ്താവന പറഞ്ഞപ്പോൾ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിനെതിരെ പറഞ്ഞ ഷായോട് ഒരു തരി വില പോലും കൽപ്പിക്കാതെ അതിനെതിരെ സരസമായ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞ് വീണ്ടും താരമായി സഭയിൽ നിറയുകയായിരുന്നു അഖിലേഷ് യാദവ്. ഇതൊക്കെ വളരെയധികം രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. എവിടെയാണ് മോദിക്ക് വീഴ്ച സംഭവിക്കുന്നത് എന്ന് മോദി തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. കാരണം മോദിക്ക് തന്നെ, അല്ലെങ്കിൽ മോദി പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്താൻ തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പല കിങ്കരന്മാരുമെന്ന് പറഞ്ഞു വെക്കാതെ വയ്യ.